കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു, ഇരണിയൽ പാലസ് പുതുക്കി പണിയുന്നു എന്ന്. ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്കാണ്, ഇരണിയൽ പാലസ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ ഇരണിയൽ കൊട്ടാരം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇരണിയൽ കൊട്ടാരത്തിന്റെ മുൻവശത്തെ അടഞ്ഞ ഗേറ്റിന്റെ മുൻപിലാണ്. അപ്പം മറ്റൊരു വഴിയിലൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഇതാണ് പടിപ്പുര, പ്രധാന കൊട്ടാരത്തിലേക്കുള്ള ഗംഭീരമായ പ്രവേശന കവാടം. ഇതിപ്പോൾ പൂർണ്ണമായും നശിച്ച നിലയിലാണ്. ചുറ്റുപാടും കാടുകൾ നിറഞ്ഞ് പരിസരമാകെ മലീനസമാണ്. ചുറ്റുപാടും ചുടുകട്ടകളും കരിങ്കൽ തൂണുകളും അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നത് കാണാം. പഴയ കാലത്ത് സുർക്കി ഉപയോഗിച്ച് പണിതുയർത്തിയ കൂറ്റൻ ഭിത്തികൾ ഏത് സമയത്തും നിലം പതിക്കാവുന്ന അവസ്ഥയിൽ നമുക്കിവിടെ കാണാം. മേൽക്കൂരകൾ എന്നോ നഷ്ടപ്പെട്ട ഈ ഭിത്തികൾ മഴയും വെയിലും കൊണ്ട് ഗതകാല സ്മരണകൾ അയവിറക്കി ഇന്നും നിലനിൽക്കുന്നത് നമുക്കിവിടെ കാണാം. ഭിത്തികൾക്കിടയിലായി കരിങ്കൽ തൂണുകളും കരിങ്കൽ കട്ടളകളും കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് പൈതൃകം നിലനിർത്തിക്കൊണ്ട് പുതുക്കി പണിയുന്ന കൊട്ടാരമാണ്. കന്യാകുമാരി ജില്ലയിൽ തക്കലയ്ക്കടുത്തുള്ള ഇരണിയൽ എന്ന സ്ഥലത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും തകർന്നടിഞ്ഞ ഈ കൊട്ടാരം പഴയ രീതിയിൽ തന്നെ പുനർനിർമ്മിക്കുകയാണ്. ഈ കൊട്ടാരം ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയപരവും വാണിജ്യപരവുമായ ഒരു പ്രധാന സ്ഥലമായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ പത്മനാഭപുരം പ്രമുഖസ്ഥാനത്തേക്ക് വരുന്നിടം വരെ ഇരണിയൽ പട്ടണം വേണാട് രാജ്യത്തിന്റെ ഒരു ഇടക്കാല തലസ്ഥാനമായിരുന്നു. ഈ കൊട്ടാരത്തിനകത്തായി വലിയൊരു അകത്തളം നമുക്ക് കാണാം. പൂർണ്ണമായും തകർന്നടിഞ്ഞ ഈ കൊട്ടാരം പഴയ രീതിയിൽ തന്നെ പുനർനിർമ്മിക്കുകയാണ് ഇവിടെ. പഴയ കൊട്ടാരത്തിന്റെ അതേ അളവിലും വിസ്തൃതിയിലും രൂപത്തിൽ പോലും മാറ്റം വരുത്താത്ത രീതിയിൽ പുനർനിർമ്മിക്കുന്നത് നമുക്കിവിടെ കാണാം. കൊട്ടാരത്തിന്റെ മച്ചും മോന്താഴവും കട്ടളയും ജനലും മറ്റും പഴയ അതേ ഘനത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന അതേ രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അകത്തളത്തിന്റെ തൊട്ടടുത്തുള്ള ദൃശ്യമാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊട്ടാരത്തിന്റെ പ്രധാന മറ്റൊരു ഭാഗമായ കുതിരമാളികയാണ്. തകർന്നടിഞ്ഞ കൊട്ടാരത്തിന്റെ അവശേഷിപ്പുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് രാജകുടുംബാംഗങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് കരുതുന്ന കുളമാണ്. ഈ കുളത്തിന്റെ വശങ്ങൾ കരിങ്കൽ പാളികൾ നിരത്തി മനോഹരമാക്കിയിരിക്കുന്നത് കാണാം. ഇനി പ്രധാനപ്പെട്ട ഒരു കാഴ്ച കൂടിയുണ്ട് ഇവിടെ. രാജാവ് പള്ളി ഉറങ്ങിയിരുന്നു എന്ന് കരുതുന്ന വസന്തമാളിക. പടിക്കെട്ടുകൾ കയറി വേണം നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാൻ. പടിക്കെട്ടുകളുടെ തുടക്കത്തിൽ ആരോ നിലത്ത് കോലം വരച്ചിട്ടിട്ടുണ്ട്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ അവശേഷിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണിത്. ഈ മുറിയിൽ പണ്ട് കമനീയമായ മേൽത്തട്ടും
കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമായ തൂണുകളും ഉണ്ടായിരുന്നു. അതിന്റെ ജീർണിച്ച തടികളും മറ്റും ഇവിടെ പലയിടങ്ങളിലും കാണാം. രാജാവ് വിശ്രമിച്ചിരുന്ന മുറിയും അദ്ദേഹം ഉറങ്ങിയിരുന്ന ശില്പചാതുര്യമുള്ള കരിങ്കൽ കട്ടിലും. ഇതിൽ വ്യാളി മുഖവും മറ്റും മനോഹരമായി കൊത്തിവെച്ചിരിക്കുന്നതും കാണാം. ഭൂനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഈ മണ്ഡപത്തെ വസന്ത മണ്ഡപം എന്നും പറയുന്നു. വേണാട് രാജവംശത്തിന്റെ തായ് കൊട്ടാരം അഥവാ അമ്മ കൊട്ടാരം എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പ്രധാന കൊട്ടാരമായിരുന്നു ഇത്. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ സൈന്യത്തെ നയിച്ചിരുന്നത് ഈ കൊട്ടാരത്തിൽ നിന്നാണ് എന്ന് പറയപ്പെടുന്നു. ഈ കൊട്ടാരത്തിൽ നിന്ന് പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് ഒരു ഭൂഗർഭ തുരങ്കം ഉള്ളതായും പറയപ്പെടുന്നുണ്ട്. നഷ്ടപ്രഭാവം അയവിറക്കി നിൽക്കുന്ന ഈ മണൽത്തരികളോട് തൽക്കാലം ഈ സായം സന്ധ്യയിൽ വിടാം. കൊട്ടാര പുനരുദ്ധാരണത്തിന് ശേഷം ഒരിക്കൽ കൂടി എത്താനെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ഫ്രം ടി ആൻഡ് ബി ട്രാവൽ ആൻഡ് മിഷൻ. താങ്ക് യു.